ഈ റിപ്പോർട്ട് കൊണ്ട് ഏതൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴും ഇനി നാച്ചുറലി പോസിബിൾ അല്ല, IUI അല്ലെങ്കിൽ IVF മാത്രമേ നിങ്ങൾക്ക് കൺസീവ് ആവാൻ കഴിയുള്ളൂ എന്നായിരുന്നു ഈ കപ്പിളിന്റെ അടുത്ത് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേസിൽ സിവിയർ ഒലിഗോ അസ്റ്റനോ ടെററ്റോസോസ്പെർമി അതായിരുന്നു ഹസ്ബൻഡിന് ഉണ്ടായിരുന്നത്. അതായത് സ്പേം കൗണ്ട് കുറവാണ്, മോട്ടിലിറ്റി കുറവാണ്, മോർഫോളജിയിലും അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവർക്ക് ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷനും ഉണ്ടായിരുന്നു. വൈഫിനാണെങ്കിൽ മൈൽഡ് PCOD സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വെയിറ്റും കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഈ കേസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്തതിന് ശേഷം രണ്ടുപേർക്കും മെഡിസിൻസും അതേപോലെ പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ നമ്മൾ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തൈറോയിഡ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. 1 മാസത്തിന് ശേഷം തൈറോയിഡ് നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു വാല്യൂ. ഏകദേശം ഒരു 2 മാസത്തെ ട്രീറ്റ്മെന്റിൽ അവർ കൺസീവ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് സമയവും അതേപോലെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു എഫേർട്ട്, പ്രോപ്പറായിട്ട് ഡയറ്റും ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാച്ചുറലി കൺസീവ് ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.